അപ്പൊ നമുക്കിത് നമ്മുടെ നാട്ടിലുള്ള നീതിബോധം അനുസരിച്ചോ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം അനുസരിച്ചോ അല്ല മറ്റൊരു രാജ്യത്ത്. അവിടെ ഉള്ളത് ശരിയ നിയമമാണ്, ഒരു മത നിയമമാണ്. അങ്ങനെയുള്ള ആ നിയമം ബ്ലഡ് മണി കൊടുത്ത് മോചനം അനുവദിക്കുന്നുണ്ട് കുടുംബം അംഗീകരിച്ചാൽ. ആ നിയമസാധ്യതയല്ലേ തേടുന്നത്? അല്ല, ആ കുടുംബം അത് അംഗീകരിക്കുന്നതിനോ കുടുംബം അതിനുവേണ്ടി ശ്രമിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൺ ബ്ലഡ് ആണ്. പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ഇത് പൊതുസമൂഹത്തിന്റെ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമാണ് എന്ന തരത്തിലേക്ക് ഇത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. അവരുടെ കുടുംബത്തിന് കാന്തപുരത്തിനെ കാണാം, സർക്കാരിനെ കാണാം, സുപ്രീം കോടതിയെ സമീപിക്കാം. അവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു പൊതുബോധം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും മനുഷ്യരാവുകയുള്ളൂ, നമ്മുടെ ധാർമ്മിക നീതി ഇവിടെ പുലരുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് ഇതിനോടൊപ്പം തന്നെ പാരലായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ നറേറ്റീവിനൊപ്പമല്ല. 100% ഞാൻ യോജിക്കുന്നു. നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് എന്നും ഫസ്റ്റ് റേറ്റ് ക്രൈം ആണ് എന്ന കാര്യത്തിലും പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ മറ്റുള്ള ആൾക്കാർ ശ്രമിച്ചോട്ടെ. ഈ രക്ഷാ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതില്ലെന്നാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയുന്നത് ഒരാൾ എപ്പോഴാണ് വിനു അയാൾ മാപ്പ് പറയാനായിട്ട് തീരുമാനിക്കുന്നത്, മാപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് എവിടെയാണ്? അയാളെ മറ്റുള്ള ആൾക്കാരുടെ ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമാക്കാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ സമ്മർദ്ദത്തിലാക്കി നീതി വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് നീതിയേ അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരൻ അയാൾ ഒരുപക്ഷെ അവസാനം ഈ സമ്മർദ്ദത്തിന് അടിപ്പെട്ടേക്കാനുള്ള സാധ്യത പോലുമുണ്ട്. കാരണം നമുക്കറിയാം അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും. അങ്ങനെയാണെങ്കിൽ നിയമപ്രകാരമുള്ളതാണ്, അതൊരു നല്ല കാര്യവുമല്ലേ? അല്ല, നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. നല്ല കാര്യമാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഷെറിന്റെ കേസിൽ ന്യൂസ് അവറിന് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഷെറിന്റെ കേസ് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതാണോ നമ്മളുടെ പൊതുബോധം എന്ന ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ജയിലിൽ കിടക്കുകയാണ്, പാവമാണ്, കുറെ കാലം ശിക്ഷ അനുഭവിച്ചില്ലേ, അപ്പൊ പിന്നെ നമുക്ക് അവരെ വിട്ടുകൂടെ എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ന്യൂസ് അവറിന്റെ നീതിബോധം അതായിരുന്നില്ല. ആ നീതിബോധത്തിനൊപ്പമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ റോമനയുടെ കേസിൽ നമ്മൾ 2 രാജ്യമാണ്, 2 നിയമമാണ്, 2 തരത്തിലുള്ള വിചാരണയാണ്. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നത്. എല്ലാരും വിളിച്ചു.